എല്ലാവർക്കും ഓഹരിലോകത്തേക്ക് സ്വാഗതം. നമ്മൾ ഇങ്ങനെ ഒരു കാൻഡിൽസ്റ്റിക് ചാർട്ടിൽ പ്രൈസ് ആക്ഷൻ അനാലിസിസ് എങ്ങനെ നടത്താമെന്ന് മിക്കവാറും എല്ലാ ദിവസത്തെയും വീഡിയോയിൽ നമ്മൾ പറയാറുണ്ട്. അതിൽ നമ്മൾ പലവിധ പാറ്റേൺസ് കണ്ടുപിടിച്ച് നല്ല സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലൊക്കെ മനസ്സിലാക്കി നല്ല സ്വിംഗ് ട്രേഡ്സ് എടുക്കാൻ പറ്റാറുമുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് ഇത്. പക്ഷെ ഈ ഒരു ചാർട്ടിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളോട് കണ്ടതുകൊണ്ടാണ് ഇന്ന് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഒരു പ്രൈസ് ആക്ഷൻ അനാലിസിസ് ഏതൊക്കെ രീതിയിൽ നടത്താം, അല്ലെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഏതൊക്കെ രീതിയിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്കൊരു ചാർട്ടിനെ കാണാം എന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്കാണ്. അപ്പോൾ ഇത് ഡെൻ നെറ്റ്വർക്കിന്റെ പ്രൈസ് ചാർട്ടാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ്. ഇതിൽ നമ്മൾ ഒരു ബ്രേക്ക് ഔട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാർട്ടിൽ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ജൂൺ മുതൽ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കാണാം അല്ലെ. ഈ ഒരു രീതി എന്ന് പറയുന്നത് നമുക്കതൊരു പാറ്റേൺ, ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടുപിടിച്ച് വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു സിലിണ്ട്രിക്കൽ പാറ്റേൺ അല്ലെങ്കിൽ ഡിസെൻഡിങ് സിലിണ്ട്രിക്കൽ പാറ്റേൺ നമുക്ക് കിട്ടും അല്ലെ. അപ്പോൾ നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കാവുന്ന എന്തൊക്കെയാണ്? ഇതാണ് അതിന്റെ റെസിസ്റ്റൻസ് അല്ലെ, ഇതാണ് അതിന്റെ സപ്പോർട്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ സ്റ്റോക്ക് മേടിക്കാം, ഒരു ബ്രേക്ക് ഔട്ട് തന്ന് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പുൾ ബാക്ക് കൊണ്ട് തന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് മേടിക്കാം. രണ്ടാമത്തെ രീതി എന്താണ്? ഇൻ കേസ് ഈ സ്റ്റോക്ക് താഴേക്ക് വന്നാൽ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മേടിക്കാം. ഇതുപോലെ അടുത്തൊരു ബൗൺസ് ഇവിടുന്ന് പോകും പോലെ നമുക്ക് അടുത്ത ഒരു ബൗൺസിന് വേണ്ടി ഇത് മേടിക്കാം. എന്നാൽ ഇതല്ലാതെ മൂന്നാമത് ഒരു രീതി കൂടിയുണ്ട്. ഇതിനുള്ളിൽ ഇത് എന്തായിരിക്കും? ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ പറ്റും. അഥവാ ഈ രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ സ്റ്റോക്ക് ഇവിടം വരെ താഴ്ന്ന് ഇവിടം വരെ വന്നതിന് ശേഷം തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇവിടെ ഒരു താഴേക്ക് ഒരു ഫോൾ വന്നതിന് ശേഷം ഇതൊരു കൺസോൾട്ടേഷൻ ആണെന്നാണ്. ഇത് ചിലപ്പോൾ അക്യുമുലേഷനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനോ ആകാം, എന്തെങ്കിലും ആകട്ടെ. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഇവിടെ കാണുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ ഒരു ലെവൽ വരെ താഴ്ന്നതിന് ശേഷം തിരിച്ചു പോകാം. അപ്പോൾ നമുക്കൊരു സ്റ്റോക്ക് മേടിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ലെവല്, അതായത് ഈ ഒരു സപ്പോർട്ട് ലെവലില് ഇവിടം വരെ വന്നതിന് ശേഷം നമുക്ക് ഇവിടുന്ന് മേടിക്കാം. അപ്പോൾ ഇവിടുന്ന് ഒരു ബൗൺസ് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ലാഭം കിട്ടും, ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു മൂന്ന് രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അപ്പൊ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ ഇത് എവിടെ വരുന്നോ ഇവിടെ നിന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് പോകാനാണോ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബൗൺസ് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാന്ന് നോക്കാം. അതല്ല ഇപ്പോൾ നേരെ സ്റ്റോക്ക് ഇവിടുന്ന് തന്നെ ഇത് ബ്രേക്ക് ഔട്ട് വന്ന് പോകാനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മേടിക്കണോ? അതല്ല ഇതെല്ലാം കഴിഞ്ഞ് താഴേക്ക് വന്നതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണോ പോകുന്നത്, ഇവിടുന്ന് മേടിക്കണം എന്നെല്ലാം നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു അനാലിസിസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സ്റ്റോക്കിന്റെ കാര്യത്തിൽ കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കാര്യങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്റ്റോക്ക് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ജൂൺ മുതലാണ് അല്ലെ. ഇങ്ങനെ ഒരു ചാനൽ പാറ്റേൺ താഴത്തോട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു ഡിസെൻഡിങ് ചാനൽ പാറ്റേൺ എന്ന് പറഞ്ഞ് കിട്ടിയത് ജൂൺ മുതലാണ് അല്ലെ. അപ്പൊ അതിന്റെ കുറച്ചൊരു ലാർജ് വ്യൂ, ഇതിനേക്കാളും അടുത്തൊരു വ്യൂ എടുത്ത് നോക്കിയാൽ ദാ ഈ രീതിയിലൊന്ന് നോക്കി വേറൊരു ചാനൽ പാറ്റേൺ ആയില്ലേ. അതായത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക്, അഥവാ കഴിഞ്ഞ ജൂലൈ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ, കഴിഞ്ഞ ജൂലൈ എന്ന് വെച്ചാൽ 2020 ജൂലൈ തൊട്ട് നോക്കിയാൽ നമുക്ക് ഈ ഒരു രീതിയിൽ വേറൊരു ചാനൽ പാറ്റേൺ കിട്ടി അല്ലെ. ആ ഒരു ചാനൽ പാറ്റേണിന്റെ ഉള്ളിൽ ഇത്രയും ഭാഗമാണ് നമ്മൾ ആദ്യം കണ്ടത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനൽ പാറ്റേൺ നോക്കിയാൽ ഇവിടെ എല്ലാം സപ്പോർട്ട് എടുത്ത്, ഇവിടെ സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ റെസിസ്റ്റൻസ് ആയി, പിന്നെ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ സപ്പോർട്ട് അല്ല, ഈ ഒരു ഭാഗത്തെല്ലാം സപ്പോർട്ടും എടുത്ത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ പാറ്റേൺ ആണ്. അപ്പോൾ ഇതിന്റെയും ബ്രേക്ക് ഔട്ട് ഭാഗം തന്നെയാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ആദ്യം വരച്ച ചാനലിന്റെ മുകളിലത്തെ റെസിസ്റ്റൻസ് തന്നെയാണ്, എന്നാൽ സപ്പോർട്ട് താഴെ ഈ ഒരു ലെവലിലാണ് അല്ലെ. അപ്പോൾ ഇതിന്റെ നമുക്ക് കുറച്ച് സൂം ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുക്കാന്ന് നോക്കിയാൽ, നമ്മൾ ആദ്യം കണ്ട ഒരു ലെവൽ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം കണ്ടത് ഈ ഒരു ലെവലാണ് അല്ലെ. ഇങ്ങനെ താഴേക്ക് വന്നാൽ നമുക്ക് ഒരു കൺസോൾട്ടേഷന്റെ റേഞ്ച് ഒക്കെ പറഞ്ഞത്, ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ നടക്കുവാണെങ്കിൽ ഇങ്ങനെ മേടിക്കാം, അല്ലെങ്കിൽ ഇത് താഴേക്ക് വന്നാൽ ഇവിടെ വന്ന് മേടിക്കാം. പക്ഷെ ഇപ്പോഴും നോക്കിയേ, അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ അതിനൊരു ലാർജ് രീതിയിൽ കാണുവാണെങ്കിൽ, ഇച്ചിരി വലിയൊരു വ്യൂവിൽ കാണുവാണെങ്കിൽ നമുക്ക് അടുത്തൊരു കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഞാൻ ഇതിനെ വൃത്തിയായിട്ടൊന്ന് വരയ്ക്കാം. അതായത് ഞാൻ ആ ഒരു കൺസോൾട്ടേഷൻ ലെവൽസ് ആണ് വരച്ചിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഈ ഒരു നീല കളറിൽ കാണുന്ന ഈ ഒരു കൺസോൾട്ടേഷൻ ലെവല് ഇങ്ങനെ നമുക്ക് കണ്ടു, നമ്മൾ ആദ്യം പറഞ്ഞു. അതുകൂടാതെ നമ്മൾ ഇപ്പോൾ കണ്ട ഒരു കൺസോൾട്ടേഷൻ ആണ് ഈ ഒരു ലെവലിൽ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു സേഫ് സൈഡിന് വേണ്ടിയിട്ട് ഈ ഒരു കൺസോൾട്ടേഷൻ ആണ് നടക്കുന്നതെങ്കിൽ നമുക്കിതിന്റെ ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ. അല്ല എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഈ ഒരു താഴത്തെ ഒരു കൺസോൾട്ടേഷൻ ലെവല്, ഈ ഒരു മെയിൻ കൺസോൾട്ടേഷൻ ലെവലിൽ വന്നതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാം. അപ്പോൾ ഇതിന്റെ ബ്രേക്ക് ഔട്ട് മെയിൻ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു ലെവലാണ്, ഈ പോയിരിക്കുന്ന ലൈനാണ് മെയിൻ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൂവ് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അതിന്റെ ഒരു ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു ലെവൽ, ഏകദേശം ഒരു 65 ലെവൽ നമുക്ക് ഒരു ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ഞാൻ ഈ ലെവൽസ് അല്ലെങ്കിൽ നമ്പർ വെച്ച് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്പർ വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതൊരു ലെവൽസ് വെറും എൻട്രി എക്സിറ്റ് കാര്യങ്ങൾ മാത്രമായി പോകും. പക്ഷെ നിങ്ങൾക്ക് ഇത് പഠിക്കണമെങ്കിൽ ഞാനതാണ് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ലെവൽസിലോട്ട് അധികം അല്ലെങ്കിൽ നമ്പറിലോട്ട് ഫോക്കസ് ചെയ്യാത്തത്. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ഏകദേശം 42.80 ഇത് റഫായിട്ട് വരച്ചതാണ്, അല്ലാതെ എക്സാക്ട് ആയിട്ടുള്ളതല്ല. പിന്നെ മുകളിലാണെങ്കിൽ ഇത് 44 44.70. അപ്പോൾ ഈ നമ്പറിലോട്ട് ഇപ്പോൾ അധികം ഫോക്കസ് ചെയ്യുന്നില്ല. ഈ കാര്യം മനസ്സിലാക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഒരു സപ്പോർട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ലെ, ഇവിടുത്തെ സപ്പോർട്ട് എടുത്തിട്ട് ബൗൺസ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാവുന്നത് ഇവിടെയെല്ലാം ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് തരാനാണ് സാധ്യത എന്ന് തോന്നുന്നു. അങ്ങനെ അല്ലെങ്കിൽ തന്നെ താഴേക്ക് വന്നാൽ ഈ ഒരു സപ്പോർട്ട് ലെവലും ബ്രേക്ക് ചെയ്താൽ താഴേക്ക് വന്നാൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും താഴത്തെ നമ്മൾ ഈ മുകളിൽ കണ്ട പോലെ ഈ വന്ന് എടുത്തിരിക്കുന്ന സപ്പോർട്ടാണ് അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് മേടിക്കാൻ പറ്റിയാൽ അതിനേക്കാളും നല്ലത്, ഏറ്റവും നല്ലതായിരിക്കും. പക്ഷെ അതൊക്കെ വരും ദിവസങ്ങളിലേക്ക് ക്ലിയർ ആവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളൊരു ചാർട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ലെവൽസ് കാണുന്നതും ഇങ്ങനെയാണ് നമ്മൾ നല്ലൊരു സ്വിംഗ് ട്രേഡ് എടുക്കുന്നതും. എന്നാൽ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഈ രണ്ട് ചാനൽ പാറ്റേണും കണ്ടുകൊണ്ടിരുന്നത് ഒരു വലിയൊരു ചാനൽ പാറ്റേണിന്റെ ഉള്ളിലാണ്. അതായത് 2014 മുതൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം റെസിസ്റ്റൻസ് എടുത്ത് ഈ 2014 2015 ഓൾമോസ്റ്റ് വന്നു. പിന്നെ അടുത്ത 2018 ഇവിടെ റെസിസ്റ്റൻസ് ആയി. പിന്നെ 2020 ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ചാനൽ പാറ്റേൺ. താഴെ ഇവിടെ എല്ലാം സപ്പോർട്ട് എടുത്ത്, ഇവിടെ എല്ലാം സപ്പോർട്ടും എടുത്ത് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഇവിടെയൊക്കെ സപ്പോർട്ടും എടുത്ത് ഇവിടെ ഓൾമോസ്റ്റ് ടച്ച് ചെയ്തു. പിന്നെ ഈ ഒരു രീതിയിലെല്ലാം സപ്പോർട്ടും ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ചാനൽ പാറ്റേണിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത രണ്ട് ചാനൽ പാറ്റേൺസും. അപ്പോൾ ഇതിന്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കിക്കൊള്ളുക ഇത്രയും പറഞ്ഞതിൽ നിന്ന് വെച്ചിട്ട്. പക്ഷെ ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ, അഥവാ നമ്മുടെ ഇതിനുള്ളിൽ പറഞ്ഞ ഈ രണ്ട് ചാനൽ പാറ്റേൺസ് മാത്രം നോക്കിയാലും ഈ ഒരു ഷെയർ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് നോക്കിക്കൊള്ളുക, നിങ്ങൾക്ക് നല്ലൊരു അനാലിസിസ് കിട്ടും. അതുകൂടാതെ നല്ലൊരു ബ്രേക്ക് ഔട്ട്, നല്ലൊരു സ്റ്റോക്കും കിട്ടും. കാരണം ഈ ഒരു ചാനൽ പാറ്റേണിന്റെ മുകളിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ഇപ്പോൾ ഒരു 48-49 റേഞ്ച് ഒക്കെയാണ്. അപ്പോൾ ഇതിലൊരു ബ്രേക്ക് ഔട്ട് തന്നാൽ തന്നെ നമുക്ക് നല്ലൊരു സ്വിംഗ് ട്രേഡ് കിട്ടും, നല്ല റിട്ടേണും കിട്ടുന്ന ഒരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് കൂടുതലായിട്ട്, സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുവാനും അല്ലെങ്കിൽ പറയുവാനും ഉണ്ട്. പക്ഷെ ഇത്രയും കാര്യങ്ങളെങ്കിലും മനസ്സിലായാൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. തുടക്കക്കാർക്കും അല്ലെങ്കിൽ കുറച്ചു നാൾ മാത്രം എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ വളരെ നല്ലൊരു പഠനമാണിത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിച്ചാൽ നല്ലതായിരുന്നു. അടുത്ത സ്റ്റോക്ക് TV18 ബ്രോഡ്കാസ്റ്റ് ആണ്. ഇവിടെ നോക്കിയാൽ ഒരു റൈസിംഗ് ചാനൽ പാറ്റേൺ കാണാം. ഈ രണ്ട് ലൈൻസ് ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്, എന്നാൽ താഴെ ഇവിടെ എല്ലാം സപ്പോർട്ടും എടുത്ത് മുകളിലോട്ട് പോകുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇതിൽ ഈ രണ്ട് ലൈൻസ് വരച്ചിരിക്കുന്ന വെച്ചാൽ ഇത് രണ്ടും റെസിസ്റ്റൻസ് ലൈൻ ആണ്. ഒരു ആദ്യത്തെ ഒരു ഇനിഷ്യൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ R1 അല്ലെങ്കിൽ R2, ഇതിന് മുകളിൽ ഒരു ഫൈനൽ ഒരു റെസിസ്റ്റൻസ് ആണ് വരച്ചിരിക്കുന്നത്. സൂം ചെയ്ത് നോക്കാം. അതായത് ഇവിടുത്തെ മെയിൻ ലെവൽസ് എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് താഴേക്ക് ഇവിടെ വന്നാൽ ഏകദേശം ഒരു 36 റേഞ്ചിലാണ് ഈ ഒരു ലൈൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഒരു മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടുന്ന് കിട്ടുവാണെങ്കിൽ നല്ലത്, നമുക്ക് ഇവിടുന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു ബൗൺസ് വരുമ്പോൾ ഇതിന് തൊട്ട് താഴെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ്, ഇതൊരു R1 ഒരു പ്രൈമറി റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു മെയിൻ റെസിസ്റ്റൻസ് വരുന്ന ഈ ഒരു ലെവലാണ് ഏകദേശം 40-70 മുകളിൽ. ഇതിന് മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നാൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റോക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഹൈ ലെവൽ ഏകദേശം 49 റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതും വളരെ നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു സ്റ്റോക്കാണ്. നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ താഴേക്ക് വരുവാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഫെയിൽ ആയിട്ട് താഴേക്ക് വരുവാണെങ്കിൽ, ഇവിടുന്ന് നമുക്ക് പോയിട്ട് താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ താഴെ ലെവലിൽ നിന്ന് എടുക്കാം. 36 റേഞ്ച് ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഇവിടുന്ന് എടുക്കാൻ നോക്കാം. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടാർഗറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.